ഹരിപ്പാട് NDA സ്ഥാനാർത്ഥിയായ സന്ദീപ് വാചസ്പതി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. NDAയുടെ ഹരിപ്പാട് മണ്ഡലം സെൻട്രൽ ഓഫീസിൽ നിന്നും പ്രകടനത്തിന്റെ അകമ്പടിയോടുകൂടിയാണ് പത്രിക നൽകുവാൻ റവന്യൂ ടവറിൽ സന്ദീപ് വാചസ്പതി എത്തിയത്. ഹരിപ്പാട് നിയമസഭാ നിയോജക മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയായ സന്ദീപ് വാചസ്പതി കേന്ദ്ര തൊഴിൽ സഹമന്ത്രി ശോഭ കരന്തലജയുടെയും മഹാരാഷ്ട്ര MLA അമൽ മഹാലിക്കിന്റെയും സാന്നിധ്യത്തിലാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ഹരിപ്പാട് അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. അമേഠിയിൽ നിന്നും രാഹുൽ ഗാന്ധിയെ തൂത്തെറിയാൻ സ്മൃതി ഇറാനിയെ ഇറക്കിയതുപോലെ ഹരിപ്പാട്ട് നിന്ന് രമേശ് ചെന്നിത്തലയെ കെട്ടിക്കെട്ടിക്കുവാൻ സന്ദീപ് വാചസ്പതിയെ നിയോഗിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്നും ശോഭ കരന്തലജെ പറഞ്ഞു. ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KK അനൂപ്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പാലമുറ്റത്ത് വിജയകുമാർ, സുധീർ ബാബു, മണ്ഡലം പ്രസിഡന്റുമാരായ സുമേഷ്, മഹേഷ്, ജില്ലാ ഭാരവാഹികളായ KS വിനോദ്, രാജേന്ദ്രകുമാർ, അജിത് ശങ്കർ, പ്രണവം ശ്രീകുമാർ, ദേവാനന്ദ്, ശാന്തകുമാരി, മോഹിനി, ശിവദാസ്, അനിൽ വള്ളികുന്നം, T മുരളി, ദിലീപ് കുമാർ, GS ബൈജു, അജിത് കുമാർ, അഖിൽ, മോഹനൻ, ഒളിമ്പ്യൻ അനിൽ എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. NDAയുടെ ഹരിപ്പാട് മണ്ഡലം സെൻട്രൽ ഓഫീസിൽ നിന്നും കഥകളി, മോഹിനിയാട്ടം, തെയ്യം, ചെണ്ടമേളം എന്നിങ്ങനെ കലാരൂപങ്ങളുടെയും നിരവധി പ്രവർത്തകരുടെയും അകമ്പടിയോടുകൂടിയാണ് നാമനിർദ്ദേശ പത്രിക നൽകുവാൻ സന്ദീപ് വാചസ്പതി റവന്യൂ ടവറിൽ എത്തിയത്. ഹരിപ്പാട്ട് വലിയ മാറ്റമുണ്ടാകുമെന്നും ഈ മാറ്റം നാട് ആഗ്രഹിക്കുന്നുവെന്നും 25 വർഷം MLA ആയിട്ടും ഒന്നും ചെയ്യാനാകാത്തയാൾ വീണ്ടും MLA ആകാൻ എത്തിയതിന് ജനങ്ങൾ പ്രതികരിക്കുമെന്നും സന്ദീപ് വാചസ്പതി പറഞ്ഞു. കഴിഞ്ഞ 25 വർഷമായി നാം വിശ്വസിച്ച ഒരു MLA, 5 തവണയായി നാം അവസരം നൽകിയ ഒരു MLA, അദ്ദേഹത്തിന് ഹരിപ്പാട്ടിൽ ഒന്നും ചെയ്യാൻ, ഹരിപ്പാടിൻ്റെ വികസനത്തിന് വേണ്ടി അല്ലെങ്കിൽ ഹരിപ്പാട്ടെ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി, ഭാവി തലമുറയുടെ ജീവിതം കരിപ്പിടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതികളും നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് വളരെ വ്യക്തമാണ്. BJP സ്ഥാനാർത്ഥി എന്ന നിലയിൽ എനിക്ക് ഒരു വാക്കാണ് തരാനുള്ളത്. നിങ്ങളോടൊപ്പം, നിങ്ങളുടെ സ്വപ്നങ്ങൾക്കൊപ്പം ഞങ്ങളും ഉണ്ടാകും. ഒറ്റത്തവണ നിങ്ങൾ ഞങ്ങളെ പരീക്ഷിച്ചാൽ മതി. അങ്ങയുടെ പ്രതീക്ഷയ്ക്ക് ഏതെങ്കിലും തരത്തിൽ ഘടകവിരുദ്ധമായി ഞാൻ പ്രവർത്തിച്ചാൽ, അല്ലെങ്കിൽ അങ്ങയുടെ പ്രതീക്ഷകളെ നിറവേറ്റാൻ സാധിച്ചിട്ടില്ല എങ്കിൽ അതിനടുത്ത തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും വോട്ട് ചെയ്ത് എന്നെയും പുറത്താക്കണം. അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. പക്ഷേ ജനങ്ങൾ ഇത്രയേറെ മാറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു എന്നിപ്പോഴാണ് മനസ്സിലായത്. വലിയ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ളൊരു ദാഹം അവരുടെ കണ്ണുകളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പുതിയൊരു പ്രതീക്ഷ, പുതിയൊരു പ്രഭാതമുണ്ടാകുമെന്ന് തന്നെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് അവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് നീങ്ങുക എന്നതാണ് ഇപ്പോൾ എനിക്ക് ചെയ്യാനുള്ളത്. ആ പ്രതീക്ഷകൾ ഞങ്ങൾ നിറവേറ്റും. വികസനം എന്നുള്ളത് എവിടെയെങ്കിലും പാലം പണിതോ റോഡ് പണിതോ എന്നുള്ളതല്ല വികസനം. ഹരിപ്പാട് എന്നുള്ളത് ചരിത്രാതീത കാലമായി മയൂര സന്ദേശത്തിൻ്റെ നാടാണ് ഹരിപ്പാട്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ ഗ്രാമങ്ങളിലൊന്നായിരുന്നു ഹരിപ്പാട്. പക്ഷേ അതിൻ്റേതായ യാതൊരു പ്രൗഢിയും യാതൊരു അന്തസ്സും നിലനിർത്താൻ ഹരിപ്പാടിന് സാധിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല, കുടിവെള്ളം എന്നുള്ളത് കിട്ടാക്കനിയാണ്. 15 വർഷം കൊണ്ടൊരു പദ്ധതി ഇഴയുകയാണ്. ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ സാധിച്ചിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഇനി ഒരു 5-6 വർഷം കഴിഞ്ഞാൽ പോലും അവിടെ കുടിവെള്ളം ഉണ്ടാകില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങൾ, തീരദേശത്തെ പ്രശ്നങ്ങൾ, കടലാക്രമണം അടക്കമുള്ള നിരവധി വിഷയങ്ങൾ, താലൂക്ക് ആശുപത്രിയുടെ പ്രശ്നങ്ങൾ, KSRTC സ്റ്റാൻഡിൻ്റെ പ്രശ്നം, തകർന്നു കിടക്കുന്ന റോഡുകൾ, ചെറുപ്പക്കാർക്ക് യാതൊരു വിധമായ സംവിധാനവുമില്ലാത്ത ഒരു നഗരം, വയോവൃദ്ധരായുള്ള ജനങ്ങൾക്ക് വൈകുന്നേരം ഒന്ന് ചിലവഴിക്കാൻ ഒരു പാർക്ക് പോലും ഇല്ലാത്ത ഒരു നഗരമായി ഹരിപ്പാട് അധപ്പതിച്ചിട്ടുണ്ട്. CDNet ന്യൂസ്, ഹരിപ്പാട്.